കേസ് അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ എന്താ പറയുക ടൂർ പോകാൻ പോവുകയാണ്. നമ്മുടെ സ്കൂൾ ട്രിപ്പ് എക്സ്കർഷൻ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോകാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ വീഡിയോ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒറ്റ വീഡിയോ അല്ല, ഒരു 3 പാർട്ടായിട്ട് വരണമായിരിക്കും. 2 or 3 പാർട്ടോ ആയിട്ട് വരണമായിരിക്കും. ഓക്കെ, പോണ ദിവസവും നിൽക്കണ ദിവസവും പിന്നെ വരണ ദിവസവും അങ്ങനെ 3 പാർട്ടായിട്ട് വരണമായിരിക്കും. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. സെക്കൻഡ് പാർട്ട് വരണമായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിതാ വലിയ എക്സ്കർഷന് പോകാനാണ്. നമ്മൾ പോകേണ്ടതാണ്. ഓക്കെ, മൈസൂരും കൂർഗും. ഓക്കെ, മൈസൂരും കൂർഗാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുകയാണ്. ഇതാണ് അർജുൻ, ശങ്കർ. യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ട് അദ്വൈത് ശങ്കർ. ബാക്കി എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, A few moments later. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറാണ്. ഓക്കെ, അമ്മമാരൊക്കെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മുടെ ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ബസ് തുറക്കെ നമ്മളിപ്പോൾ റോഡിലാണ്. ഇവനെ കണ്ട നൈറ്റ് ആൻഡ് മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. ഇവൻ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ ഊട്ടിയുടെ വ്ളോഗിൽ ഇവ ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു. ഓക്കെ, ഇത് എൻ്റെ വേറൊരു ഫ്രണ്ടാണ് കാർത്തിക്. ഓക്കെ, ഇവൻ പുതിയതാണ്, കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ഓക്കെ, ഇവൻ അദ്വൈതായിരുന്നു. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് നടു റോഡിൽ നിൽക്കുകയാണ്. ബസ് ഇതൊരു തുറന്നിട്ടില്ല. നമ്മുടെ ബസ് വന്നു. അപ്പോൾ ബസ്സിലേക്ക് വന്നു. അപ്പോൾ ബസ്സിൻ്റെ അകത്തോട്ട് ബാക്കി പറയാം. ഓക്കെ, ഇവനെ റേഹാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ. ഇപ്പം 9 അവനെ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ, അവനാണത്. ഓക്കെ, ഇവനാണ് കാർത്തിക്. ഇവ അർജുൻ, ഇവനെ കണ്ടിട്ടില്ല. ഇവ അദ്വൈത്, നന്ദൻ, ഇവനൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ. കുറച്ച് നേരം കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി തിരിച്ച് പോയാണ്. ഓക്കെ, മൈസൂരിൽ രാവിലെ ആകുമ്പോൾ എത്തും. മൈസൂരിൽ അപ്പോൾ ഇതെൻ്റെ ബാക്കി ഫ്രണ്ട്സ്. ഇവനാണ് ആദിശങ്കരൻ, ഇവനാണ് വരുൺ. ഇവനെ കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടായിരുന്നു, ഇവ ഇല്ലായിരുന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവന്മാരാണ് ബാക്കി ഫ്രണ്ട്സ്. അങ്ങനെ ലോകമൊക്കെ കണ്ട് നമ്മളെല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. കഴിഞ്ഞ വ്ളോഗ് പോലെ തന്നെ എനിക്ക് ഒരു ഉറക്കം വന്നില്ല. ആ സീറ്റ് കാരണമായിരിക്കും. ഞാൻ ഫുൾ ടൈം എന്താ പറയുക, ഒരു മൂങ്ങിയ പോലെ ഉണർന്നിരിക്കുകയായിരുന്നു. പക്ഷെ രാവിലെ ഒരു 1-2-3 കൂടിപ്പോയി ഞാൻ ഉറങ്ങിക്കാണും. രാവിലെ 5 മണിക്ക് ശേഷം അങ്ങനെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞപ്പം ഞാൻ ഒരു വ്യൂ കണ്ടു ഗൈസ്. നമ്മളെല്ലാവരും ഒരു കിഡിലെ വ്യൂക്ക് നമ്മൾ സാക്ഷിയായി. ഓക്കെ, കറക്റ്റ് ആ സമയത്ത് തന്നെ ഉറങ്ങിപ്പോയെന്നാണ്. പക്ഷെ എണീച്ച് ഞാൻ സമയത്തിന്. അപ്പോൾ ആ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. கண்ணை கட்டி கொள்ளாதே, கண்டதையெல்லாம் நம்பாதே, கத்தை குயிலாகாதே தோழா. தாடிகள் எல்லாம் தாகூரா, மீசைகள் எல்லாம் பாரதியா, வேஷத்தில் ஏமாறாதே தோழா. நம் மடியினில் கனம் இல்லையே, மனம் தனில் கரை இல்லையே, நினைத்தது முடியும் வரை. கண்ணை கட்டி கொள்ளாதே,
സ്വന്തം ഭാരതീയ വേഷത്തിൽ ഏമാറാതെ തോഴ. മൈസൂർ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈറ്റ് സീങ്ങിന് പോകും. സൈറ്റ് സീങ്ങിന് പോകും. അപ്പം കാണാം. സബ്സ്ക്രൈബർ കൂട്ടി കൊടുക്കൂ ഈ പാവത്തിന്. കൊള്ളാടാ. മൈസൂർ പാലസ് എത്തിയിരിക്കുകയാണ്. കാണിച്ചുതരാം. ആഫ്റ്റർ ലോട്ട് ഓഫ് ഇയേഴ്സ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. മൈസൂർ പാലസ് ആണോ? ഒരു രക്ഷയില്ല. ഞാൻ അവസാനമായിട്ട് എനിക്ക് 10 വയസ്സായിരുന്നപ്പോഴാണോ ഫോട്ടോ വീഡിയോ. പത്മനാഭ മൈസൂർ പാലസ്. ഇതാണ് പത്മനാഭപുരം പാലസ് ഒന്നും ഞാൻ അറിയാതെ പറഞ്ഞു. മൈസൂർ പാലസ് ഇവിടെ പ്രേതമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ. പഴയ ഒരു റാണിയുടെ പ്രേതമുണ്ട്. അങ്ങനെ മിത്തറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അർജുനെ ശങ്കർ വെയിറ്റ്. കാണും പിന്നെ കാണില്ല. ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. ഇതിലൂടെ മേഘങ്ങളെ കാണാം. കാർത്തിക് വീഡിയോ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടു. ആ ചെയ്തോണ്ട് വലുത് ബ്രഹ്മാണ്ട പോകുന്നു 3 മാസം.
സീൻ. ഇതാണ് മറ്റേ സ്ഥലം. രാജാവ് എല്ലാം പറയാം, വരും പ്രജകളെല്ലാം കേൾക്കും. ഞാൻ പറയും നീ കേൾക്കും. രാജാവ് എവിടെ ഇവിടെ എവിടെയെങ്കിലും നിൽക്കും, പ്രജകളാവും നിൽക്കും. എന്തൊരു എപ്പിക്കുന്നു കണ്ട ഇത് സെറ്റ് തന്നെ തോന്നുന്നു. പക്ഷെ സിനിമകളിലൊക്കെ കാണുന്നു ഒരു രക്ഷയില്ലാത്ത സാധനം. ഭയങ്കര എക്സ്പീരിയൻസ്. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ മൈസൂർ പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വൃന്ദാവൻ ഗാർഡനിലാണ്. അത് കുറേ ലേറ്റായി. ഏകദേശം 5-6 മണിയൊക്കെ അവിടെ എത്തിയപ്പോൾ, ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ. പക്ഷെ അവിടെ പ്രശ്നം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അവിടെ എത്തിയതും നമ്മുടെ ഫ്രണ്ട് റേഹാന് വയ്യാതായി. അതായത് അവൻ എന്താ പറയുക, ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസിയും വേറൊരുമാതിരി വല്ലാതിരി അപ്സെറ്റും. ഇപ്പം സത്യം പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ എനിക്കും ഉണ്ട്. സത്യം പറഞ്ഞാൽ പോയ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ അവന് കുറച്ച് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ, കാർത്തിക്, അർജുൻ, പിന്നെ ഈ റെയ്ഹാൻ, ബാക്കി എല്ലാ പിള്ളേരും വൃന്ദാവൻ ഗാർഡനിൽ അങ്ങോട്ട് ലൈനായിട്ട് പോയി. അവർ സ്കൂൾ വഴി ടിക്കറ്റ് എടുത്ത് അങ്ങനെയാണ് കയറ്റുന്നത്. ടിക്കറ്റ് എടുക്കണം എന്തായാലും, നോർമൽ അല്ലെങ്കിൽ പോലും. കാരണം ഒരു ടൂർ ആയതുകൊണ്ട് എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. ടിക്കറ്റ് എടുത്താണ് കയറേണ്ടത് അകത്തോട്ട്. അപ്പോൾ ലൈനായിട്ടാണ് പോയത്. പക്ഷെ ഇവന് വയ്യാത്തതുകൊണ്ട് നമ്മൾ 4 പേരും കൂടെ ഒരു ഡീവിയേഷൻ എടുത്ത് ഏതോ ഒരു കാട്ട് കൊടുത്തൊരു സ്ഥലത്ത് പോയിട്ട് അവനെ അവിടെ നിർത്തി വെള്ളമൊക്കെ കൊടുത്ത് അവനെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം അവനെ കുറച്ച് നേരം നിർത്തി. വോമിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് ഫുൾ ഓക്കെ ആയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് കുറേ നേരം, ഏകദേശം കുറേ നേരമായി. അവന് കുറച്ച് ഓക്കെ ആവണമെങ്കിൽ നമ്മൾ 4 പേര് അവിടെ അതാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു പട്ടിക്കൊട്ടടുത്തൊരു സ്ഥലം. അവിടെ പിന്നെ അവിടുത്തെ ആൾക്കാർ എന്താ പറയുക, അത്ര ശരിയായിരുന്നില്ല. നമ്മളടുത്ത് പെരുമാറിയ രീതിയിൽ അത്ര ശരിയായിരുന്നില്ല. കാരണം ഒരു എന്താ പറയുക, ഒരു 10-60 അബവ് വയസ്സുള്ള ഒരു ലേഡി എന്താ പറയുക, റേഹാൻ വൊമിറ്റ് ചെയ്തോണ്ടിരുന്നപ്പം നമ്മളടുത്ത് ചാടി പൊടിക്കുകയാണ്. എന്താ പറയുക, വീടിന്നിറങ്ങി ഇവിടെ വൊമിറ്റ് ചെയ്യാൻ പറ്റൂല. അവരെ കടയിൽ നിന്ന് 1.5-3 കിലോമീറ്റർ അകലെയാണ് നമ്മളിത് ചെയ്യണത്. കുറച്ച് ദൂരെ നിന്നാണ് ചെയ്യണത്. എന്നിട്ടും പറ്റില്ലെന്ന് പറഞ്ഞു. ഒന്നല്ലെങ്കിൽ ഒരു കൊച്ചുപോലെ പ്രായമുള്ള ഒരാളല്ലേ അവിടെ നിന്ന് വൊമിറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ എൻ്റെ ഇടയിൽ എൻ്റെ പുറത്തൂടെ ഈ ഒരു രാത്രി സമയമാണ്, രാത്രിയായി. അപ്പം അങ്ങനെ ഫൈനലി എന്താ പറയുക, എല്ലാം കൂടെ ഒന്ന് കലങ്ങി തെളിഞ്ഞ്. ഓക്കെ, നമ്മൾ വൃന്ദാവൻ ഗാർഡൻ കണ്ടില്ല. നമ്മൾ 4 പേര് വൃന്ദാവൻ ഗാർഡൻ കണ്ടേയില്ല. നമ്മൾ ബസ്സിൽ വന്ന് നിന്നു. ഓക്കെ, അവർ വരണവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു റിഗ്രറ്റോ അങ്ങനെയൊന്നുമില്ല. ഒരു ഫ്രണ്ടല്ലേ പ്രധാനം. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഫ്രണ്ടാണ് പ്രധാനം. അവനെ ഓക്കെ ആക്കിയോ അത് മതി. പാട്ട് ഇടുന്ന ഇന്നലെ തൊട്ട് ചെയ്യാൻ പോയാണെങ്കിൽ DJ അപ്പോൾ അത് അവിടെ നടക്കാൻ പോയാണ്. വീഡിയോ എടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഞാൻ കളിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച്. എൻ്റെ ഫ്രണ്ടിന് വയ്യ, അപ്പം ഞാനതും കളിക്കാനില്ല. അപ്പോൾ നോക്കാം.